ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നമുക്കിന്നൊരു ചിക്കൻ റെസിപ്പിയാണ് ചെയ്യാനുള്ളത്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റോസ്റ്റാണ്. നമ്മൾ നോർമലി ചെയ്തു വരുന്ന ചിക്കൻ കറിയിൽ നിന്ന് ഒരു ഇച്ചിരി വ്യത്യസ്തമായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. എനിക്ക് ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്നവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ റോസ്റ്റാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം, അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ പൊറോട്ടയുടെ കൂടെ കഴിക്കാം, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. എന്താ പറയുക, വലിയ അങ്ങ് ആഡംബരപരമായിട്ടുള്ള ഒരു സംഭവങ്ങളെല്ലാം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരുപാട് പറഞ്ഞു നീട്ടാതെ എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ സിമ്പിൾ ചിക്കൻ വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചിക്കൻ കഴുകി വിനാഗിരിയും ഉപ്പും ഇട്ട് കഴുകി നമ്മൾ നല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വിനാഗിരി ഉപ്പും ഇട്ട് കഴുകുന്ന വെച്ചാൽ ചിക്കൻ നല്ലൊരു ഗ്ലേസിങ് വരും. പിന്നെ എന്തെങ്കിലും ബ്ലഡ് സ്റ്റെയിൻ അങ്ങനെ എന്തെങ്കിലും അതൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വിനാഗിരി ഉപ്പ് ഇട്ട് ചിക്കൻ കഴുകി മാറ്റി വെച്ചേക്കുന്നത്. ഇപ്പോൾ ഞാൻ ചിക്കൻ ഇതിൽ കാണിക്കുന്നില്ല, നമ്മൾ എന്തായാലും ചിക്കൻ ആണല്ലോ ചെയ്യുന്നത്, അപ്പോൾ ചിക്കൻ എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് തയ്യാറാക്കി വെക്കേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആദ്യമേ തന്നെ വെക്കേണ്ടത് നമ്മളൊരു 15-20 വറ്റൽമുളക്. നമ്മൾ എരിവ് അനുസരിച്ച് എടുക്കുക. പിരിയ മുളകാണെങ്കിൽ കുറച്ചെടുത്താൽ മതി. നമ്മൾ സാധാരണ വറ്റൽമുളകാണെങ്കിൽ ഒരു 15-20 വറ്റൽമുളക് എടുത്ത് വെള്ളത്തിൽ കുതിർത്തി വെക്കുക. എന്നിട്ട് വേണം നമ്മൾ ബാക്കി ചെയ്യാനായിട്ട്. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ച് നമ്മുടെ സവോളയാണ്. ഇതൊരു 4 സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ നമ്മുടെ പച്ചമുളക്, ഇതൊരു 4-5 പച്ചമുളക് അരിഞ്ഞ് വെച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ ഇല ഐറ്റംസാണ്. അത് നമ്മുടെ മല്ലിയില, പുതിനയില, രമ്പയില, നമ്മുടെ കറിവേപ്പില, ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കുതിർത്തിയ വറ്റൽ മുളക് നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ വറ്റൽ മുളക് അരച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്കിതിൽ ഇട്ടേക്കുന്ന വറ്റൽ മുളക് നമുക്ക് ജാറിലേക്ക് മാറ്റാം. ഇത് നമ്മൾ വീട്ടിൽ തന്നെ വറുത്തെടുത്ത മല്ലിപ്പൊടിയാണ്, പൊടിച്ച് വെച്ചേക്കുന്നത്. നമുക്ക് മുഴുവൻ മല്ലി ഉണ്ടെങ്കിൽ അത് ചേർക്കാം. അപ്പോൾ നമുക്കൊരു 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത്രയും കുറച്ച് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് പാൻ വെച്ചൊന്ന് എണ്ണ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്, അതാണ് കുറച്ചും കൂടി ടേസ്റ്റും ഫ്ലേവറും ഉണ്ടാവുക. എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതുണ്ട് ഇത്രയ്ക്കും നമ്മുടെ ഉലുവ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഉലുവ നമുക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ കടുകൊന്ന് ചേർത്ത് കൊടുക്കുക. നമ്മൾ എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കുക. നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന നമ്മുടെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുക മാക്സിമം, അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ജസ്റ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ കിട്ടത്തില്ല, നമുക്ക് ബ്രൗൺ കിട്ടാണ്ട് നമുക്ക് കരിഞ്ഞു പോവും. അപ്പോൾ നമുക്ക് എപ്പോഴും ഫ്ലെയിം കുറച്ച് വയ്ക്കുന്നതാണ് നല്ലത്. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകാണ് ഡോക്ടർ രജിത് കുമാർ വെറുതെ ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ആ ഒരു ഇഷ്യൂ നടന്നുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ 6 പച്ചമുളകാണ് നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത്. ഇപ്പോൾ പച്ചമുളക് കാണുമ്പോൾ ബിഗ് ബോസ് സീസൺ 2 ആണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അപ്പോൾ നമുക്ക് പച്ചമുളകിന് ഇന്ന് മുതൽ ബിഗ് ബോസ് സീസൺ 2 എന്ന് വിളിച്ചാൽ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നല്ലൊരു പേരായിരിക്കും. പച്ചമുളക് എന്ന് പറയുമ്പോൾ അതിനൊരു നാണക്കേടാണ്. അപ്പോൾ നമുക്ക് ബിഗ് ബോസ് സീസൺ 2 നല്ല പേരല്ലേ. ഇപ്പോൾ നമ്മളെ പഴംപരിക്ക് സുഭാഷ് എന്ന് വിളിക്കുന്ന പോലെ. അത് നമ്മുടെ ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചേക്കാൻ നമ്മുടെ 4 സവോള ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് സവോള ചേർത്ത് വഴറ്റിയെടുക്കണം.
നമ്മൾ ഈ സവോള വേറെ വെള്ളമൊന്നും നമ്മൾ ഇതിൻ്റെ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. വേണമെങ്കിൽ ഇച്ചിരി ചൂടുവെള്ളം മാത്രം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതൊക്കെ നമുക്ക് വഴിയേ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സവോള ഒന്ന് നല്ല രീതിയിലൊന്ന് വഴണ്ട് വരണം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, നമുക്ക് സവോള ഒന്ന് പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയ ടിപ്പാണ്. നമ്മളെല്ലാ വീഡിയോയിലും നമ്മൾ പറയാറുള്ളത് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം. അപ്പോൾ നമ്മളൊരു എന്താ പറയുക, ഇച്ചിരി ഉപ്പ് നമ്മളെ കറിയിൽ ബാധിക്കാത്ത രീതിയിൽ വേണം ഉപ്പിടാനായിട്ട്. ഓക്കെ. പിന്നെ നമുക്ക് മസാലക്കൂട്ടെല്ലാം ചേർത്തിട്ട് നമുക്ക് ഉപ്പിൻ്റെ കുറച്ച് കാര്യമായിട്ടെല്ലാം ചേർത്ത് കൊടുക്കും. ഇപ്പോൾ നമ്മുടെ ഉള്ളി ഒന്ന് റെഡിയാവാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഉപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ ചെയ്യാൻ പറ്റും. ചിക്കൻ റോസ്റ്റ് നമുക്കെന്താ അപ്പത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ആപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെയോ പൊറോട്ട, ചോറ്, അങ്ങനെ എന്തിൻ്റെ കൂടെ ആണെങ്കിലും പൂരി ഉണ്ടാക്കി കഴിക്കാം, ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാം, അങ്ങനെ എല്ലാത്തിനും ഇടാൻ പറ്റുന്നൊരു ഇപ്പം ചെയ്ത ചിക്കൻ റോസ്റ്റ് എന്നേ ഉള്ളൂ. ഇതൊന്ന് ഉള്ളി ഒന്ന് നല്ല രീതിയിലൊന്ന് ബ്രൗൺ കളറായി നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ചേർക്കുക, നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചേക്കുന്ന നമ്മുടെ മുളകും മല്ലി പിന്നെ നമ്മുടെ മഞ്ഞളും കൂടെ അരച്ചതാണ് ഇപ്പോൾ ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലൊരു പേസ്റ്റായിട്ടാണ് നമ്മൾ അരച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ നമുക്ക് ഇതൊന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇച്ചിരി മസാലക്കൂട്ട് ചേർക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ചേർക്കുന്നത് ഗരം മസാലയാണ്. പക്ഷേ ഗരം മസാല അല്ല, ആക്ച്വലി ഇതിനകത്ത് കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഏലക്ക, കറുവപ്പട്ട, പിന്നെ നമ്മുടെ ഗ്രാമ്പു, അത് ഏലക്ക, കറുവപ്പട്ട, ഗ്രാമ്പു, ഇത് മാത്രമേ നമ്മൾ ചേർത്ത് പൊടിച്ചിട്ടുള്ളൂ. വേറെ സാധനങ്ങളും ചേർത്തിട്ടില്ല. പിന്നെ നമ്മൾ ചേർക്കുന്നത് ചിക്കൻ മസാലയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് ഈ പാനിലിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കാം. അപ്പോൾ ആ പച്ചമണം പോകാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി. നമ്മൾ ഇതിലിടുന്ന നമ്മൾ ഈ പാത്രത്തിലിട്ട് തന്നെ ചൂടാക്കാം. സെപ്പറേറ്റ് വറുത്തിടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ, അതായാലും മതി. പക്ഷേ ഇപ്പോൾ ചേർക്കുന്ന ഗരം മസാലകൾ മറന്നു പോകരുത്. ഏലക്കയും ഗ്രാമ്പും നമ്മുടെ പട്ടയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മസാല ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ഉള്ളിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം 2 സ്പൂൺ നല്ല ചൂടുവെള്ളം, നമ്മൾ തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. വെള്ളം തണുത്ത് പോകരുത്, ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി ജസ്റ്റ് ഒരു നനവ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ഇച്ചിരി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുത്താൽ പിന്നെ നമ്മുടെ ചിക്കൻ, അത് നമ്മൾ നേരത്തെ കഴുകി വെച്ചേക്കുന്ന മഞ്ഞളും വിനീഗറൊക്കെ ഇട്ട് കഴുകി വെച്ചേക്കുന്ന നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. കാരണം ഇപ്പോൾ ചിക്കൻ്റെ കാര്യം എല്ലാവർക്കും അറിയില്ല, അതുകൊണ്ട് ഇച്ചിരി ഒന്ന് കഴുകുന്നത് നന്നായിരിക്കും. മഞ്ഞളുടെ കഴുകി അല്ലെങ്കിൽ വിനീഗർ ഉണ്ടെങ്കിൽ അതിൽ കഴുകിയാലും നന്നായിരിക്കും. ഇനി നമുക്ക് ചിക്കൻ നമ്മൾ നേരത്തെ തയ്യാറാക്കി വയ്ക്കുന്ന മസാലയൊക്കെയായിട്ട് നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് വെള്ളം ചേർക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചിക്കന് തന്നെ കുറച്ച് വെള്ളം വരും. അപ്പോൾ നമ്മളിപ്പോൾ അഡീഷണലായിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ പിന്നെ ചിക്കൻ കറിയായി പോവും. നമ്മളെന്താ പറയുക, ചിക്കൻ റോസ്റ്റ് ആവത്തില്ല. ഇനി നമുക്ക് നേരത്തെ ഉപ്പ് കുറച്ച് ചേർത്തുള്ളൂ. ഇപ്പോൾ നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെക്കുമ്പോൾ നമ്മുടെ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി ഒന്ന് സെറ്റ് ആവത്തില്ല. ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ച് വെക്കാം. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴുണ്ട് നല്ല ചിക്കൻ നല്ല വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ട് നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം മതിയോ നമുക്ക് ചിക്കൻ കിടന്ന് വേകാനായിട്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടിക്ക് ഇങ്ങനെ കരിയുന്ന ഒരു ഇത് വരും. അപ്പോൾ അത് വരാതിരിക്കും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് നോക്കാം. ഇനി ഈ സമയത്ത് നമുക്ക് എന്തെങ്കിലും മസാലക്കൂട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എരിയോ പുളിയോ എന്തെങ്കിലും ചേർക്കാനുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് അടച്ച് വെച്ച് നല്ല രീതിയിൽ, ഇപ്പോൾ ഇതിൻ്റെ ഗ്രേവി കാണത്തില്ല, നല്ല തിക്കായിരിക്കും സംഭവം. അത് നമ്മളെല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്ക് ചേർക്കേണ്ട കുറച്ച് സാധനം എന്ന് വെച്ചാൽ നമ്മുടെ തക്കാളി, ഒരു തക്കാളി മതിയോ. പിന്നെ നമ്മുടെ കുറച്ച് നമ്മുടെ ഇല, അതായത് മല്ലിയില, പുതിനയില, രമ്പയില, ഇതൊക്കെ നമുക്ക് ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിന് നല്ല മണമായിരിക്കും. എന്താ പറയുക, നമ്മുടെ കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ ഇലയൊക്കെ ചേർക്കുമ്പോഴത്തേനും. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, പുതിനയില ചേർത്തു. ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ രമ്പയിലയും കൂടെ ചേർത്തേക്കാണ്. ഈ കയ്യിലുണ്ടെങ്കിൽ ഇച്ചിരി കറിവേപ്പിലയും കൂടെ മുകളിലിടുന്നത് നന്നായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനെല്ലാം കൂടെ ഒന്ന് നമ്മുടെ തക്കാളി ഇട്ട് കൊടുത്ത ഇലയും എല്ലാമായിട്ട് നമ്മൾ ചിക്കനിലൊന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേനും നമ്മുടെ ഈ ഇലയുടെയൊക്കെ ഫ്ലേവറൊക്കെ നമ്മുടെ ചിക്കനിങ്ങനെ നല്ല രീതിയിൽ പിടിക്കും. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കാം. കാരണം ഓൾറെഡി നമ്മളെല്ലാം ചേർത്തു, ഫൈനൽ സ്റ്റേജാണ്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. എല്ലാം സെറ്റായിട്ടുണ്ട്. നമുക്ക് ഇനി ഒന്നും ചേർക്കണ്ട.
പിന്നെ എരിവ് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരുടെ ഇഷ്ടത്തിന് അനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. എനിക്കിപ്പോൾ ഓക്കെയാണ്, ഞാനിപ്പം എരിവൊന്നും ചേർക്കുന്നില്ല. ആണോ, അപ്പോൾ നമ്മുടെ ചിക്കൻ കറി നല്ല സെറ്റായി. നമ്മൾ ഗ്രേവിയൊക്കെ വറ്റി നമ്മുടെ ചിക്കനൊക്കെ വെന്തു കറക്റ്റ്. നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ഗ്രേവി ഒന്ന് ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അങ്ങനെ എടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും ആ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. ഉള്ളിയൊക്കെ നല്ലോണം വെന്ത് അങ്ങ് ഇറച്ചിയായിട്ട് ഇങ്ങനെ എല്ലാം ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ഞാൻ ഒരിച്ചിരി ഗ്രേവി എടുക്കണം, കാരണം പൊറോട്ടയാണ് എനിക്ക് കൂടെ കഴിക്കാനുള്ളത്. അപ്പോൾ ഒരിച്ചിരി ഗ്രേവി ഉണ്ടെങ്കിൽ കൊള്ളത്തുള്ളൂ, അല്ലെങ്കിൽ എന്താ പറയുക പൊറോട്ട കഴിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇത്രയും ഒരു ഗ്രേവി ഇട്ട് എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഡ്രൈ ആക്കി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇതായിപ്പോവും. അപ്പോൾ നമുക്ക് ഇച്ചിരി കറിവേപ്പിലും കൂടെ മുകളിലിട്ട് നമുക്കൊന്ന് ഇറക്കി വയ്ക്കാം. ഇറക്കി വയ്ക്കാൻ പിന്നെ നമുക്കൊന്ന് എന്താ പറയുക ലേശം എന്താ പറയുക കുരുമുളക് ഇറക്കി വെക്കുന്നതിന് മുമ്പേ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയിട്ട്, കാരണം കുരുമുളക് പൊടി പുറത്തിടുമ്പോഴത്തേനും എന്താ പറയുക ചിക്കൻ ഒരു കുറച്ചും കൂടെ ഒരു എന്താ പറയുക ഫ്ലേവർ വരും. നമ്മൾ ഇച്ചിരി കുരുമുളക് ഉണ്ടെങ്കിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന കുരുമുളകിനെ കഴിഞ്ഞും നമ്മൾ ഇച്ചിരി കുരുമുളക് മേടിച്ച് വീട്ടിൽ പൊടിപ്പിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ ഇതെല്ലാമായിട്ട് നമ്മളെ ചിക്കനിൽ പിടിച്ച് ഈ എന്താ ആ സ്റ്റീമിൽ തന്നെ ഒന്ന് സെറ്റാവും. ഇനി നമുക്ക് സെർവ് ചെയ്യാം. നമ്മൾ പൊറോട്ടയുടെ നമുക്ക് നമ്മൾ ചാനൽ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ ചിക്കൻ റോസ്റ്റ്. പിന്നെ നമ്മുടെ ഒരു കപ്പ് നല്ല ചൂട് ചായ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ സിമ്പിൾ ചിക്കൻ റോസ്റ്റും നമ്മുടെ പൊറോട്ട ഇവിടെ തയ്യാറാക്കി വെച്ചേക്കുവാണ്. എന്താ പറയുക പൊറോട്ട നമ്മൾ എങ്ങനെ തയ്യാറാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മുടെ ഐ ബട്ടണിൽ ഞാൻ നമ്മുടെ ഐ ബട്ടണിൽ ഇവിടെ എവിടെയെങ്കിലും വരും, നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ നമ്മുടെ അതിൻ്റെ ലിങ്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ എങ്ങനെ പൊറോട്ട ഉണ്ടാക്കാന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ സിമ്പിൾ ചിക്കൻ റോസ്റ്റും നമ്മുടെ പൊറോട്ടയും നമ്മൾ ട്രൈ ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ കുളിച്ച് ഫ്രഷായി രാവിലെ വന്നിട്ട് ഇതേപോലെ ചൂട് പൊറോട്ടയും നമ്മുടെ ചിക്കൻ റോസ്റ്റും നല്ല ഒരു കപ്പ് ചായയൊക്കെ ഇങ്ങനെ കുടിച്ചാൽ അടിപൊളിയായിരിക്കും. അന്നത്തെ ദിവസം സൂപ്പറായിരിക്കും. പ്രത്യേകിച്ച് സൺഡേ എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹോളിഡേ എന്നാണെങ്കിൽ അടിപൊളിയായിരിക്കും. നമുക്ക് സമാധാനത്തിൽ ഇരുന്ന് കഴിക്കാൻ പറ്റും. എല്ലാ ദിവസമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നല്ല ചൂട് പൊറോട്ട കിട്ടിക്കഴിഞ്ഞാൽ രാവിലെ നല്ല ഫ്രഷ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്താ പറയുക ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ എൻ്റെ എന്താ പറയുക മുളക് അരച്ചതിൻ്റെയൊക്കെ വറുത്ത് അരച്ചതിൻ്റെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. കാരണം നമ്മൾ എന്താ പറയുക വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചിക്കൻ റോസ്റ്റാണ്. നമ്മളെ വീഡിയോയിൽ പറഞ്ഞ പോലെ നമുക്ക് പാലപ്പത്തിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ എന്താ അപ്പത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ നമുക്ക് ഇതേ കൂട്ട് പൊറോട്ടയുടെ കൂടെയൊക്കെ സിമ്പിളായിട്ട് കഴിക്കാൻ പറ്റും. നിങ്ങൾ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു പിള്ളേർക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെടും. കാരണം അധികം എന്താ പറയുക എരിയൊന്നുമില്ല. നമ്മൾ മറ്റുള്ളവരുടെ എരി മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ എനിക്ക് പേഴ്സണലി ഞാൻ ഇച്ചിരി എരി കൂടുതൽ കഴിക്കുന്നതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി അഡീഷണൽ ചേർത്തുന്നേ ഉള്ളൂ. അതല്ലെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചേർത്തില്ലെങ്കിൽ ആ അരയ്ക്കുന്ന മുളക് മാത്രം തന്നെ ധാരാളം. കാരണം നമ്മൾ എന്താ പറയുക കറക്റ്റായിട്ടും പച്ചമുളകും ഇതൊന്നും ചേർത്താൽ മതിയോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ കമൻറ്റ് ഞങ്ങൾ അറിയിക്കുക. പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ഫ്രണ്ട്സ്.